പി വി അൻവർ ഏതാണ്ട് ഒരു 4 മാസം മുമ്പാണ് LDF സ്വതന്ത്രൻ എന്ന സ്ഥാനത്ത് നിന്ന് LDF വിമതൻ എന്ന സ്ഥാനത്തേക്ക് വരുന്നത്. അതിനുശേഷം LDFിൻ്റെയും മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തര വകുപ്പിൻ്റെയും ഒക്കെ വലിയ വിമർശകനായിട്ട് മാറുന്നത്. അവിടെ നിന്ന് അദ്ദേഹം LDFന് പുറത്തേക്ക് വരുന്നു. പിന്നീട് അദ്ദേഹം DMK എന്ന് പറയുന്നൊരു സാമൂഹിക കൂട്ടായ്മയ്ക്ക് രൂപം നൽകുന്നു. ആ കൂട്ടായ്മയുടെ പേരിൽ പാലക്കാടും ചേലക്കരയിലും സ്ഥാനാർത്ഥികൾ നിർത്തുന്നു. പിന്നെ പാലക്കാട് പിൻവലിക്കുന്നു. DMKയുമായിട്ട്, തമിഴ്നാട്ടിലെ DMKയുമായിട്ട് ചർച്ച നടത്തുന്നു. അവരുടെ പാർട്ടിയുടെ ഒരു ഘടകമായിട്ട് കേരളത്തിൽ മാറാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടു. അത് നടക്കാതെ വന്നതോടെ അദ്ദേഹം കോൺഗ്രസിലേക്ക് തിരികെ പോകും എന്നുള്ള അഭ്യൂഹം ഉണ്ടായി. UDFിൽ ഒരു ഘടകകക്ഷിയായിട്ട് മാറും എന്നുള്ള അഭ്യൂഹം ഉണ്ടായി. സമാജ്വാദി പാർട്ടിയായിട്ട് ചർച്ച നടത്തുന്നു എന്ന് കേട്ടു. ഏറ്റവും അവസാനം ഇപ്പോൾ അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിൽ അംഗത്വം എടുത്തിരിക്കുന്നു. അതിൻ്റെ സംസ്ഥാന കൺവീനറായിരിക്കുന്നു. അദ്ദേഹം MLA സ്ഥാനം രാജിവെച്ചിരിക്കുന്നു. നിലമ്പൂരിൽ തൽക്കാലം വീണ്ടും മത്സരിക്കാനില്ല. UDF ആരെയാണോ, UDFിൽ കോൺഗ്രസ് ആരെയാണോ മത്സരിപ്പിക്കുന്നത്, ആ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനായി അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അനുയായികളും ഊർജിതമായി ശ്രമിക്കും എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിലവിലെ DCC പ്രസിഡന്റ് VS ജോയി ആണെങ്കിൽ വളരെ നന്നായിരിക്കും എന്നൊരു നിർദ്ദേശവും അദ്ദേഹം. അൻവറിൻ്റെ ഈ യാത്ര നോക്കുമ്പോൾ അത് അൻവർ ജയമാണോ പരാജയമാണോ? അൻവർ ഇപ്പോഴ് ഒരു ട്രാജിക് ഫിഗറായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം എന്താണ് നിലപാട് എന്നതിനെക്കുറിച്ച് വലിയ ഒരു കൺഫ്യൂഷനിലാണ് ഉണ്ടായത്. ആദ്യകാലത്ത് CPMൽ അദ്ദേഹം നിൽക്കുന്ന കാലത്ത് CPM ഉള്ളിൽ നിന്ന് പൊരുതാൻ തീരുമാനിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു വീരപരിവേഷം ഉണ്ടായിരുന്നു. അത് കേരളത്തിൽ മൊത്തത്തിൽ നിലനിൽക്കുന്ന ഒരു സെൻറ്റിമെൻറ്റ് ചേർന്നിട്ടായിരുന്നു അദ്ദേഹം പോകുന്നത്. അതായത് ഒന്ന് പിണറായി വിജയൻ, അദ്ദേഹം പിണറായിസം എന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റുമുട്ടൽ, പിന്നെ കേരള പോലീസിൽ നടക്കുന്ന RSS വൽക്കരണം പോലുള്ള വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അൻവർ ആദ്യം രംഗത്ത് വരുന്നത്. അതിനിടയിൽ തന്നെ പല പ്രാവശ്യം അദ്ദേഹത്തിന് കാലിടറുന്നുണ്ടായിരുന്നു. എന്താണ് ഫോക്കസ് എന്ന കാര്യത്തിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ കുഴിമന്തി ഈ പ്രശ്നവും ഐസ്ക്രീമും ഒക്കെ അങ്ങനെയുള്ള ചില ഇഷ്യൂകൾ എടുത്തിടുകയും അതിൻ്റെ ഫോക്കസ് മാറിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ആദ്യകാലങ്ങളിൽ അദ്ദേഹം നയിച്ച ഒരു മൂവ്മെൻ്റ് എന്ന് പറയാനില്ലെങ്കിലും ഒരു നീക്കം അത് ശ്രദ്ധയാകർഷിച്ചത് അത് അന്ന് നിലനിന്നിരുന്ന CPMനുള്ളിൽ നിലനിന്നിരുന്ന അത് പൊതുവേ കേരളീയ സമൂഹത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഒരുപക്ഷെ അതിൻ്റെ പ്രതിഫലനമാണല്ലോ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കണ്ടത്. അങ്ങനെ ഒരു സെൻറ്റിമെൻറ്റിൻ്റെ പുറത്തായിരുന്നു അൻവർ ഇത്രയും കാലം റൈഡ് ചെയ്തിരുന്നത്. അതിൽ നിന്ന് മാറി അദ്ദേഹം ഏതാണ്ട് അപ്രസക്തമായി കൊണ്ടിരിക്കുന്ന സമയത്താണ് അൻവറിനെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റോടുകൂടി അദ്ദേഹം വീണ്ടും തിരിച്ച് രംഗത്ത് വരികയും പിന്നെ UDFിലേക്കുള്ള ഒരു പ്രവേശനം ഏതാണ്ട് ഉറപ്പിക്കുകയും ചെയ്തു. സാദിഖ് അലി നിങ്ങളെ കാണുന്നു, കുഞ്ഞാലിക്കുട്ടിയെ കാണുന്നു, മറ്റ് നേതാക്കളുമായിട്ട് ആശയവിനിമയം നടത്തുന്നു. അങ്ങനെ ഇതൊരു നേരത്തെ നിശ്ചയിക്കപ്പെട്ട ഒരു പാറ്റേണാണ്. കാരണം CPMൽ നിന്ന് കലഹിച്ച് പുറത്ത് വന്നവർക്കൊക്കെയും ഒരു കുറച്ചു കാലം മാത്രമേ അവർ സ്വതന്ത്രമായിട്ട് നിലനിൽക്കാറുള്ളൂ. ഇപ്പോൾ ഗൗരിയമ്മയായാലും അത് MV രാഘവനായാലും എല്ലാവരും ഈ ഒരു പാതയാണ് ഉണ്ടായിരുന്നത്. ആ പാതയിലേക്ക് തന്നെയാണ് ഇത് പോകുന്നത് എന്ന് ഏതാണ്ട് ഉറപ്പിച്ചിരുന്നു. പക്ഷേ അതല്ല, തനിക്ക് വ്യക്തമായ വേറൊരു വഴിയുണ്ട് അല്ലെങ്കിൽ വേറൊരു മാർഗമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം DMKയുമായിട്ടും മറ്റ് പാർട്ടികളുമായിട്ടൊക്കെ ചർച്ച നടത്തുകയും ഏറ്റവും അവസാനം ഒരു ഫ്രാൻറ്റിക് അറ്റംപ്റ്റ്, ഒരുപക്ഷെ വളരെ ദയനീയമായ ഒരു അറ്റംപ്റ്റ് എന്ന രീതിയിലാണ് ഈ തൃണമൂൽ കോൺഗ്രസുമായിട്ട് ചേരുകയും ചേരുന്ന സമയത്ത് തന്നെ ഒരുപാട് ആശയക്കുഴപ്പമുണ്ടായിരുന്നു. അന്ന് അദ്ദേഹത്തിൻ്റെ അനുയായികളെ ഞങ്ങൾ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞത് അദ്ദേഹം പാർട്ടിയിൽ ചേർന്നിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതൃത്വം പറയുന്നത് അദ്ദേഹം പാർട്ടിയിൽ ചേർന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പാർട്ടിയിൽ ചേർന്നില്ല, എൻ്റെ അനുയായികൾ പാർട്ടിയിൽ ചേരുന്നു, ഞാൻ അതിൻ്റെ ലീഗൽ വശങ്ങൾ ആലോചിച്ചുകൊണ്ട് മാത്രമേ ചേരൂ എന്നുള്ളത് ഈ ഒരു ആശയക്കുഴപ്പം എല്ലാ കാലത്തും അൻവറിന് പിന്നാലെ ഉണ്ടായിരുന്നു. ആശയക്കുഴപ്പം പക്ഷേ സാങ്കേതികമല്ലേ. കാരണം MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യമാക്കപ്പെട്ടാൽ തുടർന്ന് 6 വർഷത്തേക്ക് മത്സരിക്കാൻ പറ്റില്ല.
അപ്പോൾ ആ ടെക്നിക്കാലിറ്റി പരിഹരിക്കുന്നതിന് വേണ്ടി രാജിക്കത്ത് കൊടുത്തതിന് ശേഷം പാർട്ടിയിൽ ചേർന്നു എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി മാത്രമല്ലേ ആ അതെ അതെ സാങ്കേതികത്വം മാത്രമല്ല. ഒരു അങ്ങനെ ഒരു ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം ഇദ്ദേഹം രാജിവെക്കാൻ തീരുമാനിച്ച് ഞങ്ങളങ്ങ് രാജിവെക്കുകയാണ് വേണ്ടത്. പിന്നെ അതിന് ടെക്നിക്കൽ പ്രശ്നം ഇല്ലല്ലോ. അത് MLA സ്ഥാനം പോവുക എന്നുള്ളത് അദ്ദേഹം പിന്നെ സാക്രിഫൈസ് ചെയ്യുന്നതാണ് പറഞ്ഞത്. ഇന്ന് ഈ ഫോറസ്റ്റ് അമെൻഡ്മെൻറ്റ് ആക്ടിൻ്റെ എന്ന ഈ കോസിന് വേണ്ടി ഞാൻ എൻ്റെ നിലമ്പൂർ MLA സ്ഥാനം ത്യജിക്കുന്നതാണ്. അപ്പം അങ്ങനെ ത്യജിക്കാൻ പിന്നെ അതിന് ടെക്നിക്കൽ ആലോചിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ ഒരു ആശയക്കുഴപ്പം എല്ലാ കാലത്തും ഉണ്ടായത്. ഇത് കാരണം വ്യക്തമായ ഒരു പൊളിറ്റിക്സിൻ്റെ അഭാവമാണ്. എന്താണ് അൻവർ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം എന്നുള്ളത്? അത് ഒരു നെഗറ്റീവ് പൊളിറ്റിക്സാണ്. അത് പിണറായി വിരുദ്ധ പൊളിറ്റിക്സാണ്. അതും അങ്ങനെ മാത്രമായിട്ട് എത്ര കാലം നിലനിൽക്കും? ഒരു വ്യക്തിയോട്, ഒരു പ്രസ്ഥാനത്തോട് ഉള്ള വെറുപ്പിൽ നിന്ന് ഉണ്ടാവുന്ന ഒരു രാഷ്ട്രീയത്തിന് അത്രമാത്രമേ ആയുസുള്ളൂ. മറിച്ച് ഒരു ബദൽ രാഷ്ട്രീയം എന്നുള്ളൊരു സാധനം അദ്ദേഹം ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുമ്പോഴും അദ്ദേഹത്തിന് അതാവില്ല എന്ന് ഓരോ പ്രാവശ്യം ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ UDFിലേക്ക് ചേക്കേറാൻ തീരുമാനിക്കുന്നു. UDFിന് സർവതന്ത്ര എല്ലാ പിന്തുണയും അൺകണ്ടീഷണൽ സപ്പോർട്ടാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഒരു കണ്ടീഷൻ വെക്കുന്നു. അപ്പോൾ ഈ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആരാണെന്ന് കോൺഗ്രസ്സാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ അവിടെ VS ജോയിയാണ് മത്സരിക്കേണ്ടത്, ആര്യാടൻ ഷൗക്കത്ത് അല്ല എന്ന് പറയുന്നതിലൂടെ അദ്ദേഹം വേറൊരു വിഡിത്തം കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ വളരെ അൺസേർട്ടനായിട്ടുള്ള, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു MV ഗോവിന്ദൻ ഇന്ന് പറഞ്ഞതാണ് കൂടുതൽ ശരി. കാരണം അൻവറിൻ്റെ ഈ പുതിയ രാഷ്ട്രീയം കേരളത്തിൽ കാര്യമായ ചലനങ്ങളൊന്നും ഉണ്ടാക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. കാരണം മലപ്പുറത്ത് ലീഗിന് ജയിക്കാൻ അല്ലെങ്കിൽ UDFിന് ജയിക്കാൻ ചെറിയ ഇത്തരത്തിലുള്ള കൈത്താങ്ങുകളൊന്നും ആവശ്യമില്ലാത്ത ഒരു രാഷ്ട്രീയ പരിസ്ഥിതിയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അൻവറിന് വലിയ ബാർഗെയിനിങ് പവറൊന്നും ഇല്ല എന്നുള്ളത് അത് അദ്ദേഹം തിരിച്ചറിയേണ്ടതായിരുന്നു. അത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു ടാക്റ്റിക്കൽ മൂവാണ് നടത്തിയിരുന്നെങ്കിൽ അൺകണ്ടീഷണൽ ആയിട്ട് UDFിനെ പിന്തുണക്കുക, പിണറായി വിജയനെ തോൽപ്പിക്കുക എന്നുള്ളതാണ് തൻ്റെ രാഷ്ട്രീയ ഉദ്ദേശമെന്ന് പറയുമ്പോൾ പിന്നെ ഇവിടെ VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണം അല്ലെങ്കിൽ മറ്റൊരാളെ സ്ഥാനാർത്ഥിയാക്കരുത് എന്ന റൈഡർ അതിൻ്റെ കൂടെ ചേർക്കാൻ പാടില്ലായിരുന്നു. അങ്ങനെ ഒരുപാട് അബദ്ധങ്ങൾ, രാഷ്ട്രീയമായിട്ടുള്ള അബദ്ധങ്ങൾ, അത് കൃത്യമായ രാഷ്ട്രീയം ഇല്ലാത്തത് കൊണ്ട് പറ്റുന്ന അബദ്ധങ്ങളാണ്. അതുകൊണ്ട് തന്നെ 1-2 ദിവസത്തെ ചർച്ചയ്ക്ക് ശേഷം ഇത് അപ്രസക്തമാവും.